നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വെബ് സീരീസായ IC-814 ദ കാണ്ഡഹാർ ഹൈജാക്ക് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. 1999 ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭീകരർ ഹൈജാക്ക് ചെയ്തതിനെ അടിസ്ഥാനമാക്കിയാണ് വെബ് സീരീസ് വസ്തുതകൾ വളച്ചൊടിച്ചുവെന്നും തീവ്രവാദത്തെ വെള്ളപൂശിയെന്നും പൊതുവികാരത്തെ വ്രണപ്പെടുത്തിയെന്നുമൊക്കെ ആരോപിച്ചാണ് വിവാദങ്ങൾ ശക്തമാകുന്നത്. ഈ കോലാഹലം കാരണം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ ഉള്ളടക്ക മേധാവിയെ കേന്ദ്ര സർക്കാർ വിളിച്ചു വരുത്തുകയും ചെയ്തു. 1999 ഡിസംബർ 24-നാണ് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് IC-814 ഹൈജാക്ക് ചെയ്യപ്പെട്ടത്. ക്രിസ്മസിന് തലേന്ന് നേപ്പാളിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിൻ്റെ യാത്രയാണ് ഒരു കറുത്ത അധ്യായമായി ചരിത്രത്തിൽ ഇടം പിടിച്ചത്. 154 യാത്രക്കാരും ക്യാബിൻ ക്രൂവുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മാണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട് 40 മിനിറ്റിനുള്ളിൽ 5 ഭീകരർ വിമാനം തട്ടിയെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ഹർക്കത്തുൽ മുജാഹിദീൻ അംഗങ്ങളാണ് വിമാനം റാഞ്ചിയത്. അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് തിരിച്ചുവിട്ട വിമാനം തുടർന്ന് താലിബാൻ്റെ നിയന്ത്രണത്തിലായി. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിൽ ഒന്നായാണ് കാണ്ഡഹാർ വിമാന റാഞ്ചൽ വിലയിരുത്തപ്പെടുന്നത്. യാത്രക്കാരുടെ ജീവൻ വെച്ച് തീവ്രവാദികൾ നടത്തിയ വിലപേശലിന് ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നു. 3 ഹർക്കത്തുൽ മുജാഹിദീൻ ഭീകരരെ വിട്ടയച്ചു. കാഠ്മാണ്ഡുവിൽ നിന്ന് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളം ലക്ഷ്യമാക്കിയായിരുന്നു IC-814 എയർബസിൻ്റെ യാത്ര. അത് ഇന്ത്യൻ അതിർത്തി കടക്കുന്നതുവരെ എല്ലാം ഭംഗിയായിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ആയുധധാരികളായ 5 ഭീകരർ പൈലറ്റ് ദേവി ശരണിനെ ഭീഷണിപ്പെടുത്തി വിമാനത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഭീകരർ ഡൽഹിയിൽ ഇറങ്ങേണ്ട വിമാനത്തെ അമൃത്സറിലേക്കും അവിടെ നിന്ന് ലാഹോറിലേക്കും പറത്തി. പ്രതിസന്ധി 8 ദിവസം നീണ്ടുനിന്നു. മൗലാന മസൂദ് അസ്ഹർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നിവരെ മോചിപ്പിക്കണമെന്ന് തീവ്രവാദികൾ ആവശ്യപ്പെട്ടു. ബന്ദികളുടെ ജീവൻ രക്ഷിക്കാനായുള്ള കടുത്ത സമ്മർദ്ദത്തിന് കീഴിൽ ഇന്ത്യൻ സർക്കാർ ഒടുവിൽ ആ തീവ്രവാദികളെ മോചിപ്പിക്കാൻ സമ്മതിച്ചു. അന്നത്തെ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ് ആണ് നേരിട്ട് ഭീകരരെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയത്. ഈ നീക്കം ഇന്നും വിവാദമായി തുടരുകയാണ്. വിമാന റാഞ്ചലിന് ശേഷം നടന്ന നയതന്ത്ര നീക്കങ്ങളെ തുടർന്ന് പരിക്കേറ്റ ഒരാൾ ഉൾപ്പെടെ 27 യാത്രക്കാരെ ആദ്യം മോചിപ്പിച്ചിരുന്നു. ശേഷിച്ചവരുമായാണ് പിന്നീട് കാണ്ഡഹാറിൽ വിമാനം എത്തിയത്. അവിടെ വെച്ചാണ് തങ്ങളുടെ ആവശ്യം ഭീകരർ മുന്നോട്ട് വെച്ചത്. താലിബാൻ്റെ നിയന്ത്രണത്തിലായിരുന്നു വിമാനം. അതുകൊണ്ട് കാര്യമായൊന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ 3 ബന്ദികളെ മോചിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായി. മൗലാന മസൂദ് അസർ, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, മുഷ്താഖ് സർഗാർ എന്നിവരെ മോചിപ്പിച്ചു. ഇതിനുശേഷമാണ് വിമാനത്തിലുണ്ടായിരുന്നവരെ തീവ്രവാദികൾ സ്വതന്ത്രരാക്കിയത്. റാഞ്ചലിനിടെ വിമാനത്തിലുണ്ടായിരുന്ന 17 പേർക്ക് പരിക്കേറ്റിരുന്നു. വിമാന റാഞ്ചലിന് താലിബാന് പുറമെ പാക് ചാരസംഘടനയായ ISIയുടെ സഹായം ലഭിച്ചിരുന്നതായി പിന്നീട് വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. രാജ്യത്തെ നടുക്കിയ വിമാന റാഞ്ചൽ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അറിഞ്ഞത് ഏറെ വൈകിയാണെന്നും അതിനാൽ നടപടികൾ താമസിച്ചെന്നും ആരോപണം ഉണ്ടായി. ഇന്ധനം നിറയ്ക്കാൻ വിമാനം അമൃത്സറിൽ ഇറക്കിയപ്പോൾ സമയോചിതമായി ഇടപെടാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് റോ മേധാവി തന്നെ വിമർശിച്ചു. അന്ന് വിട്ടയച്ച മസൂദ് അസ്കർ അടക്കമുള്ള തീവ്രവാദികൾ പിന്നീടും രാജ്യത്തിന് ഭീഷണിയായി തുടർന്നു. അവർക്ക് പങ്കുള്ള നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. ഇതേ ആളുകളുടെ നേതൃത്വത്തിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ ശക്തിയാർജിച്ചതും വിവാദങ്ങൾക്ക് ശക്തി കൂട്ടി. അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത IC-814 ദ കാണ്ഡഹാർ ഹൈജാക്ക് ഓഗസ്റ്റ് 29-നാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്. ഹൈജാക്ക് സംഭവത്തിൻ്റെ നാടകീയമായ പുനരാഖ്യാനമാണ് ഈ സീരീസ്. വിജയ് വർമ്മ, നസറുദ്ദീൻ ഷാ, പങ്കജ് കപൂർ എന്നിവരുൾപ്പെടെയുള്ള ഒരു താരനിരയാണ് പരമ്പരയിൽ ഉള്ളത്. ഹൈജാക്കിൻ്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഭീകരരെ പ്രതിനിധീകരിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. സീരീസിൻ്റെ റിലീസിന് തൊട്ടു പിന്നാലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഈ സീരീസ് വളച്ചൊടിച്ചുവെന്ന് സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉയർന്നു. തീവ്രവാദികളുടെ ചിത്രീകരണത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രധാന വിവാദം. ഈ പരമ്പര ഹൈജാക്കർമാർക്ക് ശങ്കർ, ബോല എന്നീ പേരുകളാണ് നൽകിയിരുന്നത്. ഭീകരരുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള അവരുടെ ബന്ധവും
മറയ്ക്കാനുള്ളൊരു ശ്രമമാണിതെന്ന് പ്രേക്ഷകർ വ്യാഖ്യാനിച്ചു. എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബോയ്ക്കോട്ട് നെറ്റ്ഫ്ലിക്സ്, ബോയ്ക്കോട്ട് ബോളിവുഡ് തുടങ്ങിയ ഹാഷ്ടാഗുകൾ ട്രെൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ വെബ് സീരീസിൻ്റെ അണിയറക്കാർ ചരിത്രം തിരുത്തി എഴുതുകയാണെന്നും യഥാർത്ഥ ഹൈജാക്കർമാർ സൃഷ്ടിച്ച ഭീകരതയെ കുറച്ച് കാണിക്കുന്നുവെന്നും വിമർശനമുയരുന്നു. ഭീകരതയെ വെള്ളപൂശാനും ഭീകരർക്ക് ഹിന്ദു പേരുകൾ നൽകി ഹിന്ദു സമൂഹത്തെ അപകീർത്തിപ്പെടുത്താനുമുള്ള നീചമായ ശ്രമമാണ് ഈ പരമ്പരയെന്ന് ചിലർ സോഷ്യൽ മീഡിയകളിൽ കുറിക്കുന്നു. വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെ ഈ വിഷയം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിലും പെട്ടു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷർഗലിനെ വിളിച്ചു വരുത്തിയതായാണ് വിവരങ്ങൾ. 1999 ഹൈജാക്കിന് തൊട്ടുപിന്നാലെ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദമായ ഒരു പത്രപ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെ പങ്കാളിത്തം ആ പ്രസ്താവന വെളിപ്പെടുത്തി. ഹൈജാക്കർമാർക്കുള്ള സപ്പോർട്ട് സെല്ലിൻ്റെ പ്രധാന അംഗങ്ങളായ 4 ISI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും ആഭ്യന്തര മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു. ഹൈജാക്കർമാരായ സണ്ണി അഹമ്മദ്, ഷാക്കിർ, മിസ്ത്രി സാഹൂർ, ഷാഹിദ് അക്തർ, ഇബ്രാഹിം അത്തർ എന്നിവർ വിമാനത്തിനുള്ളിൽ പരസ്പരം അഭിസംബോധന ചെയ്യാൻ ബോല, ശങ്കർ, ഡോക്ടർ, ബർഗർ തുടങ്ങിയ വിളിപ്പേരുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രസ്താവന വ്യക്തമാക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ഈ ഹൈജാക്കർമാരെ ചീഫ്, ഡോക്ടർ, ബർഗർ, ബോല, ശങ്കർ എന്നിങ്ങനെ പരസ്പരം വിളിച്ചതിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെബ് സീരീസ് വലിയ വിവാദത്തിനാണ് വഴിവെച്ചതെങ്കിലും റിലീസ് ചെയ്ത ദിവസം മുതൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും അധികം ആളുകൾ കണ്ട പരമ്പരകളിൽ ഒന്നായി മാറി IC-814 ദ കണ്ടഹാർ ഹൈജാക്ക്.